വെൽക്കം ബാക്ക് ടു റേസ് എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 10ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ഏരിയ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫസ്റ്റ് വേൾഡ് വാറിനും സെക്കൻഡ് വേൾഡ് വാറിനും ശേഷം നമ്മുടെ ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നു, അല്ലെങ്കിൽ ഇമ്പാക്ട്സ് ഓഫ് ദിസ് ഫസ്റ്റ് വേൾഡ് വാർ ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ. ഈ ഒരു കോൺസെപ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ ഇമ്പാക്ട്സ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ, അല്ലെങ്കിൽ ഒന്നാം ലോക യുദ്ധത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഫസ്റ്റ്ലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? മില്യൺസ് ഓഫ് സോൾജേഴ്സ് ആൻഡ് സിവിലിയൻസ് ലോസ് ദെയർ ലൈഫ്. അതായത് ദശലക്ഷക്കണക്കിന് സൈനികർക്കും സാധാരണ ജനങ്ങൾക്കും എന്ത് സംഭവിച്ചു? ജീവഹാനി സംഭവിച്ചു. അതാണ് എന്ത് ഇതിന്റെ ഫസ്റ്റ് ഇമ്പാക്ട് എന്ന് പറയും അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഈ യുദ്ധങ്ങളിലൊക്കെ തന്നെ. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്ന് പറയുമ്പം ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ സെക്ടർ ഡിവാസ്റ്റേറ്റഡ്. അതായത് കാർഷിക വ്യവസായ മേഖലകൾ എന്ത് ചെയ്തു? തകർന്നു അല്ലെ. യുദ്ധം വന്ന സമയത്ത് എന്തായി? ഇതൊക്കെ തകർന്നു പോയൊരു സിറ്റുവേഷനും കൂടെ ഉണ്ടായി. അതാണ് എന്ത് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ. ഇനി തേർഡ് വൺ എന്ന് പറയുമ്പോൾ മാർക്ക് ദ ബിഗിനിങ് ഓഫ് ഡിക്ലൈൻ ഓഫ് യൂറോപ്യൻ ഗ്ലോബൽ ഡോമിനേഷൻ. ഓക്കെ, അതായത് യൂറോപ്യൻ മേധാവിത്വത്തിന്റെ തകർച്ചയ്ക്ക് ആരംഭം കുറിച്ചു. അതായത് ആ ഒരു കാലഘട്ടം വരെ ഫസ്റ്റ് വേൾഡ് വാർ വരെ എന്തായിരുന്നു? യൂറോപ്യൻസിന് വലിയൊരു ഡോമിനൻസ് ത്രൂ ഔട്ട് ദ വേൾഡ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം എന്ത് സംഭവിച്ചു? ഇവരുടെ ഡോമിനൻസ് കുറഞ്ഞു തുടങ്ങി. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ ഏഷ്യൻ ആഫ്രിക്ക ഗെയിൻ മൊമാൻറ്റം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം എന്തായി? നമുക്കറിയാം ആ ഒരു ടൈം പീരീഡിൽ ഏഷ്യയും അതുപോലെ ആഫ്രിക്കയും ഒക്കെ തന്നെ ഈ ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ഒക്കെ അണ്ടറിലായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് വേൾഡ് വാറിൽ യൂറോപ്യൻ ഡോമിനേഷൻ കുറഞ്ഞതോടെ എന്ത് സംഭവിച്ചു? ഇത് ഈ ഒരു ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ജനങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കൊണ്ടുവന്നു. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഗെയിൻ മൊമാൻറ്റം. അതായത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഫോർമേഷൻ ഓഫ് ലീഗ് ഓഫ് നേഷൻ അല്ലെ. അതായത് സർവ്വരാജ്യ സഖ്യത്തിന്റെ രൂപീകരണം. എന്താണ്? ഒരു പീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി ഒരു ലീഗ് ഓഫ് നേഷൻ ഒക്കെ ഫോം ചെയ്തു. ഓക്കെ, അതായത് സർവ്വരാജ്യ സഖ്യത്തിന്റെ രൂപീകരണം എപ്പോഴാണ് സംഭവിച്ചത്? നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റലി, ജർമ്മനി ആൻഡ് സ്പെയിൻ ട്രാൻസിഷൻ ടു ടോട്ടാലിറ്റേറിയൻ റെജിംസ്. അതായത് ഇറ്റലി, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ എന്ത് ചെയ്തു? സമഗ്രാധിപത്യ ഭരണത്തിലേക്ക് നീങ്ങി. ഓക്കെ, ഇതാണ് എന്ത് വേറൊരു ചേഞ്ച് എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഉണ്ടായ ഇമ്പാക്ട്സ് എന്ന് പറയുമ്പോൾ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. മില്യൺസ് ഓഫ് സോൾജേഴ്സ് ആൻഡ് സിവിലിയൻസ് ലോസ് ദെയർ ലൈഫ്. അതായത് ഒരുപാട് സൈനികർക്കും അതുപോലെ തന്നെ സാധാരണ മനുഷ്യർക്കും എന്ത് ചെയ്തു? ജീവഹാനി സംഭവിച്ചു. സെക്കൻഡ്ലി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ സെക്ടർ ഡിവാസ്റ്റഡ് അല്ലേ. നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറും അതുപോലെ തന്നെ കാർഷിക വ്യവസായ മേഖലകൾക്ക് എന്തായി? തകർന്നടിഞ്ഞു പോയി. തേർഡ് എന്ന് പറയുന്നത് മാർക്ക് ദ ബിഗിനിങ് ഓഫ് ദ എൻഡ് ഓഫ് ഡോമിനൻസ് ഓഫ് യൂറോപ്യൻസ് അല്ലെ. യൂറോപ്യൻസിന് വലിയൊരു ഡോമിനൻസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ വരെ, അത് കുറഞ്ഞു തുടങ്ങി അല്ലെ. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഗോട്ട് മൊമാൻറ്റം. അത് ശക്തിപ്പെട്ടു. സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ തന്നെ ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ തന്നെ ശക്തിപ്പെട്ടു. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആണ് എന്ത്? ഫോർമേഷൻ ഓഫ് ലീഗ് ഓഫ് നേഷൻ അല്ലെ. സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്തു? ലീഗ് ഓഫ് നേഷൻ, അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ലീഗ് ഓഫ് നേഷൻ ഫോം ചെയ്തു. പിന്നെയാണ് ഇറ്റലി ആൻഡ് ജർമ്മനി ആൻഡ് സ്പെയിൻ ദേ വർ ചേഞ്ച് ടു ടോട്ടാലിറ്റേറിയൻ റെജിംസ്. അതായത് സമകാധിപത്യത്തിലേക്ക് എന്ത് ചെയ്തു? ഈ രാജ്യങ്ങളൊക്കെ തന്നെ നീങ്ങി. ഓക്കെ, നമ്മൾ സെക്കൻഡ് എന്ന് പറയുമ്പോൾ വാട്ട് ആർ ദ ഇമ്പാക്ട്സ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ അല്ലെ. നമ്മൾ ആദ്യം ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. നമ്മൾ പറയുന്നത് രണ്ടാം ലോക യുദ്ധത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മില്യൺസ് ലോസ് ദെയർ ലൈഫ് അല്ലെ. ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു. നമുക്കറിയാം ഒരു യുദ്ധത്തിൽ ഒരുപാട് പേര് മരിക്കുന്നു അല്ലെ. യുദ്ധം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഒരുപാട് പേരുടെ ജീവിതം തകർക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് യുദ്ധം വരുന്ന സമയത്ത് അല്ലെ. ഇനി സെക്കൻഡ്ലി എന്ന് പറയുമ്പോൾ എന്താണ്? ഫാമിൻസ് ആൻഡ് എപ്പിഡമിക്സ് സ്പ്രെഡ് ത്രൂ ഔട്ട് ദ വേൾഡ് അല്ലെ. ലോകമാകെ എന്ത് സംഭവിച്ചു? ഭക്ഷ്യക്ഷാമവും അതുപോലെ തന്നെ പകർച്ചവ്യാധികളും പടർന്നു, അല്ലെങ്കിൽ വ്യാപിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി തേർഡ് വൺ എന്ന് പറയുമ്പോൾ യൂറോപ്യൻ ഇക്കണോമി കൊളാപ്സ്. അതായത് യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്തു? തകർന്നടിഞ്ഞു. ഓക്കെ, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം. നെക്സ്റ്റ് കൊളോണലൈസേഷൻ ആൻഡ് ഇംപീരിയലിസം ഫേസ് സെറ്റ് ബാക്സ് അല്ലെ. കൊളോണിയൽവൽക്കരണവും അതുപോലെ തന്നെ സാമ്രാജ്യത്വവും എന്ത് ചെയ്തു? തിരിച്ചടിയേറ്റു. അതൊക്കെ തന്നെ അതിന്റെയൊക്കെ ഡോമിനൻസ് കുറഞ്ഞു വന്നു. ഓക്കെ, ഇനി യൂറോപ്യൻസ് ഹെജിമണി കെയിം ടു ആൻ എൻഡ്. അതായത് യൂറോപ്പിന്റെ ആധിപത്യം അവസാനിക്കുകയുണ്ടായി. എപ്പം? ഈ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം.
ഓക്കെ, ഇനി പറയുമ്പോൾ ദി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ വാസ് ക്രിയേറ്റഡ് അല്ലേ, അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം അല്ലെ, അതും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് എന്ത് വന്നത്, UNO യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം അല്ലെ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. അപ്പം ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമാണ് എന്ത് ഫോം ചെയ്തത്, ലീഗ് ഓഫ് നേഷൻസ്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഫോം ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ടോട്ടാലിറ്ററിസം എൻറ്റർഡ് ഇൻ ഇറ്റലി ആൻഡ് ജർമ്മനി അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ടോട്ടാലിറ്ററിസത്തിലേക്ക് മാറുകയായിരുന്നു ആരൊക്കെ, ഇറ്റലിയും ജർമ്മനിയും സ്പെയിനും ഒക്കെ. ഇപ്പം ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം, അപ്പം ഈ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എന്ത് സംഭവിച്ചു, ഇറ്റലിയിലും ജർമ്മനിയിലും ഉണ്ടായിരുന്ന ടോട്ടാലിറ്ററിസം അവസാനിച്ചു. നെക്സ്റ്റ്, കോളനീസ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഗെയിൻ ഇൻഡിപെൻഡൻസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ, ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് എന്തായിരുന്നു അവസ്ഥ, ഏഷ്യയും ആഫ്രിക്കയും ഒക്കെ തന്നെ ഈ ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ഒക്കെ അണ്ടറിലായിരുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഇവർക്ക് എന്തായി, കുറച്ച് ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാർ ഒക്കെ കണ്ടിട്ട് അവർ കുറച്ച് മോട്ടിവേറ്റഡ് ആയി. അങ്ങനെ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ഒക്കെ തന്നെ ഇവിടെ ശക്തിപ്പെട്ട് വന്നിരുന്നു അല്ലെ. അപ്പം അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, കോളനീസ് ആൻഡ് ഏഷ്യൻ ആൻഡ് ആഫ്രിക്ക ഹാസ് ഗെയിൻ ഇൻഡിപെൻഡൻസ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് സോവിയറ്റ് യൂണിയൻ എമേർജ് ഗ്ലോബൽ പവർ അല്ലെ. നമുക്ക് അറിയാം രണ്ട് ആഗോള ശക്തികൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ആരൊക്കെയായിരുന്നു അത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ലെ, അമേരിക്കയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും അല്ലെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സും സോവിയറ്റ് യൂണിയനും, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് സോവിയറ്റ് യൂണിയൻ, ദേ ടു എമേർജ്ഡ് ആസ് എ ഗ്ലോബൽ പവേഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയുമാണ് എന്ത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, മില്യൺസ് ഓഫ് people lost their lives. Secondly, famines and epidemics spread throughout the world. Okay, അതായത് ലോകമാകെ ഭക്ഷ്യക്ഷാമവും അതുപോലെ തന്നെ പകർച്ചവ്യാധികളും വ്യാപിക്കാൻ തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ എക്കണോമി കൊളാപ്സ് ആയി. നെക്സ്റ്റ് കൊളോണൈസേഷൻ ഇമ്പീരിയലിസം എൻഡഡ് ആയി. അതുപോലെ തന്നെ യൂറോപ്യൻ ഹെജിമണി കെയിം ടു ആൻ എൻഡ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. പിന്നെ എന്താണ് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് UNOയുടെ രൂപീകരണം അല്ലെ, ഐക്യരാഷ്ട്ര സഭയുടെ രൂപീകരണം. ഓക്കെ, അതെപ്പോഴാണ്, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ്. ടോട്ടാലിറ്ററിസം എൻറ്റർഡ് ഇൻ ഇറ്റലി ആൻഡ് ജർമ്മനി. പിന്നെ എന്താണ്, കോളനീസ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഗെയിൻ ഇൻഡിപെൻഡൻസ്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സും സോവിയറ്റ് യൂണിയനും ഒരു ആഗോള ശക്തികളായി മാറി. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ത് ഫസ്റ്റ് വേൾഡ് വാറിന്റെയും അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറിന്റെയും ഇമ്പാക്ട്സ് അല്ലെങ്കിൽ ബലങ്ങൾ എന്ന് പറയുന്ന സമയത്ത്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഈ ഒരു പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ തന്നെ എല്ലാവർക്കും ക്ലിയർ ആയി തറോ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ തന്നെ ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ റേസിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.